യോഹന്നാൻ 9-ാം അധ്യായം. ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ യേശു കർത്താവ് ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് സൗഖ്യമാക്കുകയാണ്. അവന്റെ കണ്ണിന് കാഴ്ച കൊടുക്കുകയാണ്. അതുവരെ കാണാത്തതെല്ലാം അവൻ കാണുകയാണ്. അതുവരെ കേട്ടിരുന്ന കാര്യങ്ങളെല്ലാം അവൻ നേരിൽ കാണുകയാണ്. ഏതാണ് ഈ മനുഷ്യൻ? ഇവൻ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച മനുഷ്യൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവർ പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ അകത്തൊരു പ്രമാണം കിടക്കും. അത് ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ അവനെ ഒരിക്കലും സമ്മതിക്കില്ല. മറിച്ച് ഭയമാണ് ഇടുന്നത്. അവൻ അവന്റെ കൈകളെ നോക്കുകയാണ്, അവന്റെ കാലുകളെ നോക്കുകയാണ്, അവന്റെ കണ്ണുകളെ നോക്കുകയാണ്. അവൻ എപ്പോഴും ടെൻഷനാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, ന്യായവിധി ഇതാണ്: മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അതുകൊണ്ട് യോഹന്നാൻ യേശുവിന്റെ മാറത്ത് ചാരിക്കിടന്നവൻ എഴുതി, ഏത് മനുഷ്യനെയും ഏത് അധമ പാപിയെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് യേശു ക്രിസ്തുവാണ്. അത് നിങ്ങളെ പ്രകാശിപ്പിക്കും. അവൻ തൻ്റെ സ്പോക്കൺ വേർഡിനാൽ, അരുളപ്പാടിനാൽ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കും. അങ്ങനെ നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തെ കണ്ടപ്പാ എന്ന് വിളിക്കും. അവിടെ അനുഗ്രഹം തുടങ്ങുകയാണ്. നിങ്ങൾ അനുഗ്രഹമാകാൻ തുടങ്ങുകയാണ്.